ഹലോ ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൽ നിർമ്മിച്ച നല്ലൊരു ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. മാത്രമല്ല, നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഒരു ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10ഓളം വീടുകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്ത് തന്നെയായിട്ടാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 400ഓളം മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ വില്ല പ്രൊജക്റ്റിലെ പകുതിയിൽ കൂടുതൽ വീടുകളും സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഈ വില്ല പ്രൊജക്റ്റിലെ ഒരു 3 BHK വീട്ട് വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റും കോമോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. മനോഹരമായൊരു എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ ഏതൊരു വലിയ വാഹനവും ഈസിയെ കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് സൗകര്യം ഈ വീടുകൾക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല 2018 പോലും ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു എലിവേഷനിലാണ് വീട് വരുന്നത്. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് ബോർവെൽ വാട്ടറും KW കണക്ഷനുമാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 പാളികളോട് കൂടിയ മെയിൻ ഡോറും ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിന് യൂസ് ചെയ്തിരിക്കുന്ന വുഡുകളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. മെയിൻ ഡോറ് കടന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസായ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ വാൾപേപ്പറെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, നമുക്കൊരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസും നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഒരു വാളിൽ മനോഹരമായ രീതിയിൽ തന്നെ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. പറുകോളകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് സീലിംഗ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകൾ അവൈലബിൾ ആണ്. കോമൺ വാഷ് ഏരിയ ഒതുങ്ങിയ രീതിയിൽ ഈ ഒരു ഭാഗത്തായാണ് വരുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസായ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൻ്റെ ഒരു ബേർണർ വയ്ക്കുന്ന ഒരു ഏരിയ, ഒരു സ്പേസ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസായ കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് ചിമ്മിനി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം.
നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു വാർഡ്രോബ് സൗകര്യവും നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഭംഗിയിലാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ടോയ്ലറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ലഭ്യമാണ് എന്നൊരു പ്രത്യേകത, ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ വില്ല പ്രൊജക്റ്റിനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി GS സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നിന്നൊരു ബാൽക്കണിയിലേക്ക് എക്സിറ്റ് അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് പർഗോളകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി കോർണറിലായി ഒരു കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു സ്റ്റഡി ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്റ്റഡി ടേബിളും ഷെൽഫും എല്ലാം നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഒരു ബാൽക്കണിയും അവൈലബിൾ ആണ്. ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ മനോഹരമായ ബാൽക്കണി കിഴക്കോട്ട് ദർശനമായി തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസായി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ തന്നെ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൺസീൽഡ് ആയിട്ട് ഈ ജാഗോർ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഈ ബാത്റൂമിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയ കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഓണർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. മാത്രമല്ല ലോൺ സൗകര്യവും ഈ വീടുകൾക്ക് അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ വാട്സപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.